യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. പ്രലോഭനത്തിലും യേശു നിന്നെ സഹായിപ്പാൻ ശക്തൻ. എബ്രായലേഖനം 2-ാം അധ്യായത്തിലെ 18-ാം വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ഇവിടെ യേശുവിൻ്റെ ശക്തമായൊരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. പ്രലോഭനത്തിൻ്റെയും പാപത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ലോകത്ത് ദൈവം നമ്മെ തനിച്ചാക്കിയിട്ടില്ല എന്നത് സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. യേശു തന്നെ എന്ന പ്രായോഗികമായി പ്രോത്സാഹനജനകമായ വാക്യം. ദൈവം ജഡത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. യേശു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കൃത്യമായ പ്രകാശം. എബ്രായർ 1:3 നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവൻ നമുക്കിടയിൽ ജീവിച്ച് എല്ലാവിധത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. യേശു പ്രലോഭനത്തിലും അനുഭവ പരിചയമുള്ള വ്യക്തിയാണെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ആരും ചെയ്യാത്തത് യേശു ചെയ്തു. പ്രലോഭനങ്ങളെ പൂർണ്ണമായി മറികടക്കണം. അവൻ ഒരിക്കൽ പോലും പ്രലോഭനത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. നമുക്ക് പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്താമെന്ന് ധൈര്യം തരുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സംബോധന ചെയ്യുന്നത് നാം അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് പരിചിതനായ ദൈവത്തോടാണ്. പരിചയം മാത്രമല്ല, അഭിമുഖീകരിച്ച, കീഴടക്കിയ, തികഞ്ഞ വിജയം നേടിയ, നമുക്കായി ക്രൂശിൽ മരിച്ച, ഉയർത്തെഴുന്നേറ്റ യേശുവിനോടാണ്. എന്നാൽ നമുക്കെതിരെ ഒരു ശത്രു ഉണ്ട്. അവൻ എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ അവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ പ്രലോഭനങ്ങളെ ആകില്ല. നിങ്ങൾ പരാജയപ്പെടും. ഇത് സത്യമല്ല, കള്ളമാണ്. എബ്രായർ 2:18 നിങ്ങൾക്കും എനിക്കും ഒരു യാഥാർത്ഥ്യമാണ്. പ്രലോഭിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവൻ തികച്ചും പ്രാപ്തനാണ്. സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി ഇതാണ്. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സകലവിധ പ്രലോഭനങ്ങളിൽ സഹായിക്കട്ടെ.